വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 10 വാക്യങ്ങൾ 20 മുതൽ 22 വരെ. അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ തിരുവചനം നമുക്ക് സുപരിചിതമായ വചനമാണ്. ഒരു യുവാവ് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യണം നിത്യജീവൻ പ്രാപിക്കാൻ? യുവാവിന് നല്ല ബോധ്യമുണ്ട്, ഞാൻ ഒരുവിധം നന്നായി പാലിക്കുന്ന വ്യക്തിയാണ്, വചനം പാലിക്കുന്ന വ്യക്തിയാണ്, കൽപ്പനകൾ പാലിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. ആ ബോധ്യത്തോടു കൂടി തന്നെയാണ് യുവാവ് ചോദിക്കുന്നത്. പക്ഷേ യേശു അവനോടൊരു കാര്യം പറഞ്ഞു. അതൊരു കാര്യമാണ്, അവൻ ഒരിക്കലും ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യമാണ്. ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവൻ ഷോക്ക്ഡായിപ്പോയി. കാരണം നിനക്കൊരു കുറവുണ്ട്. അതവൻ ഒരിക്കലും അവനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പ്രമാണങ്ങൾ പാലിക്കുന്നു, ആചാരങ്ങൾ ചെയ്യുന്നു, അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു, കൊടുക്കേണ്ടത് കൊടുക്കുന്നു, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് കുറവുകളായിട്ട് പറയാൻ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പിലാണ് ആ യുവാവ് ചോദിക്കുന്നത്. പക്ഷേ യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, നിനക്കൊരു കുറവുണ്ട്. തിരുവചനം പറയുന്നു, സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. എന്തുകൊണ്ടാണ് സ്നേഹപൂർവ്വം കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞത്? അവൻ നിത്യജീവൻ ആഗ്രഹിച്ചിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്, പ്രമാണങ്ങൾ പാലിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അവനൊരു ചെറിയ കുറവുണ്ട്. ആ കുറവ് കൂടെ പരിഹരിക്കാനുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മളും ഒരുപോലെ ഇതുപോലെ തന്നെ ജീവിതത്തിൽ പല അവസരങ്ങളിലും ചിന്തിച്ചു പോയിട്ടുണ്ടാകും, എനിക്ക് എന്താണൊരു കുറവ്? ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ഞാൻ പള്ളിയിൽ പോകുന്നു, സംഘടനയിൽ പ്രവർത്തിക്കുന്നു, കൊടുക്കാനുള്ളവർക്ക് പറ്റുന്ന രീതിയിൽ കൊടുക്കുന്നു, ഇതെല്ലാം ഞാൻ ചെയ്യുന്നുള്ളത് കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ എപ്പോഴും ഒരു പ്രവേശനമുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കാം. പക്ഷേ നമ്മെ നോക്കിക്കൊണ്ടും ഈശോയ്ക്കൊന്ന് പറയാനുണ്ട്, നിനക്കൊരു കുറവുണ്ട്. ആ യുവാവ് അവിടേക്ക് വന്നത് ഇത്രയൊക്കെ ചെയ്താലും അയാളുടെ ഉള്ളിൽ ഒരു ശൂന്യത അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ആ ശൂന്യതയ്ക്ക് അർത്ഥമോ കാരണമോ അയാൾക്കറിയില്ല. പക്ഷേ എന്തോ ഒരു ശൂന്യത, ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് അവൻ പിന്നെയും വന്നിട്ടില്ല എന്നൊരു തോന്നൽ അവനുണ്ട്. അതുകൊണ്ടാണ് അവൻ യേശുവിൻ്റെ അടുത്ത് വന്നത്. നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും, നമ്മളിതൊക്കെ പാലിക്കുന്നുണ്ടെങ്കിലും, നമ്മുടെ ഉള്ളിലും ഒരു പക്ഷേ ദൈവസ്നേഹത്തിൻ്റെ ഒരു സന്തോഷാനുഭവത്തിൻ്റെ കുറവ് അനുഭവിക്കുന്നുണ്ടാകാം. ഈ കുറവിനിടയിൽ നമുക്കും ഈ ചിന്ത, യുവാവിൻ്റെ ചിന്ത സ്വാഭാവികമാണ്. എനിക്കും എന്തെങ്കിലും കുറവുണ്ടോ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഈശോയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, എനിക്ക് എന്ത് കുറവാണുള്ളത്? എനിക്കൊരു കുറവുണ്ടോ? ഈശോ പറയും. ഈശോ സ്നേഹപൂർവ്വം കടാക്ഷിച്ചുകൊണ്ടാണ് യുവാവിനോട് പറഞ്ഞത്. കാരണം അവൻ നിത്യജീവൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മെ നോക്കിയും ഈശോ പറയാനുണ്ടാവും, ഒരു കുറവുണ്ട്. നിന്നെ എന്നിൽ നിന്ന് അകറ്റി നിർത്തുന്ന ചെറിയൊരു കുറവ് നിനക്കുണ്ട്. നിനക്ക് സ്നേഹം അനുഭവിക്കാൻ കഴിയാത്ത ചെറിയൊരു കുറവ് നിനക്കുണ്ട്. നിനക്ക് ദൈവസ്നേഹത്തിൽ വളരാൻ സാധിക്കാത്ത ചെറിയൊരു കുറവ് നിനക്കുണ്ട്, ചെറിയൊരു പോരായ്മയുണ്ട്. അത് ആരിൽ നിന്നാണ് നമ്മൾ കേൾക്കേണ്ടത്? അത് ഈശോയിൽ നിന്ന് കേൾക്കണം. ഈശോയിൽ നിന്ന് നമ്മൾ കേട്ട് ആ കുറവിനെ പരിഹരിക്കാൻ നമ്മൾ തയ്യാറാകണം. സ്നേഹപൂർവ്വം നമ്മെ കടാക്ഷിക്കുന്ന ഈശോയുടെ ആ വാക്ക് കേട്ട് അത് പാലിച്ച് ആ കുറവിനെ നികത്താനായിട്ട് നമ്മുടെ വിശ്വാസ ജീവിതം കൊണ്ട് സാധിക്കണം. അങ്ങനെ പുഷ്കലമായൊരു വിശ്വാസ ജീവിതത്തിൻ്റെ ഉടമകളാകാൻ നമുക്ക് ശ്രമിക്കാം. വിശ്വാസത്തിൻ്റെ സന്തോഷത്തിൻ്റെ വാഹകരാകാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.